ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ മണി സ്വിച്ച് വേർഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ്. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. കുറച്ച് ദിവസമായിട്ട് ഞാൻ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. പരിപൂർണ വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഓഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ കഴിയുന്നതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സ്വിച്ച് വേർഡ് ഉച്ചരിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ക്ലാസ്സിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മൾ 30 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ഇന്ന് മുതൽ ഏപ്രിൽ 1 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ക്ലാസ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്വിച്ച് വേർഡിലേക്ക് വരാം. ഇത് ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉച്ചാരണം കുറച്ച് വ്യത്യാസമാണ്. നമ്മൾ ഇതുവരെ കേട്ട സ്വിച്ച് വേർഡ് പോലെയല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ്. സ്വിച്ച് വേർഡ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്: കോൺവലെക്സ, 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 CONVALEXA, കോൺവലെക്സ, കോൺവലെക്സ. ഇങ്ങനെ 2 വേർഡ് ചേർന്നിട്ടാണ് ഈ ഒരു സ്വിച്ച് വേർഡ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്വിച്ച് വേർഡ് എന്താണെന്ന് അറിയാമല്ലോ. പവർഫുള്ളായിട്ടുള്ള വേർഡ്സ്, വളരെ പവർഫുള്ളായിട്ടുള്ള വേർഡ്സുകളാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പവറുണ്ട് ഈ ഒരു എല്ലാ സ്വിച്ച് വേർഡുകൾക്കും. അതുപോലെ തന്നെ അത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് മാനിഫെസ്റ്റേഷൻ വളരെ സക്സസ്ഫുൾ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വിച്ച് വേർഡുകൾ നമ്മൾ നിരന്തരമായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കോൺവലെക്സയും അതുപോലെ തന്നെ നമുക്ക് വേർഡ് പരിചയമില്ലെങ്കിൽ കൂടെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കോൺവലെക്സ ഉപയോഗിക്കുന്നത് നമ്മളിലേക്ക് പണം വരാനായിട്ട്, സമൃദ്ധിക്കും സമ്പന്നതയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പണം വരാനുള്ള തടസ്സങ്ങളൊക്കെ പരിപൂർണമായിട്ടും മാറ്റി പണം വരാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മളിലേക്ക് തുറന്നു തരും. പുതിയ പുതിയ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരാം. ചിലപ്പോൾ നമുക്ക് പണം തരാനുള്ളവർ തന്നെ ആ ഒരു തടസ്സമൊക്കെ മാറ്റിയിട്ട് വേഗത്തിൽ നമ്മൾ പണം തിരിച്ചേൽപ്പിക്കാം. പണം പല രീതിയിൽ നമ്മളിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുറക്കും. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പരിപൂർണ വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഈ സ്വിച്ച് വേർഡ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും നമ്മൾ വൂൾഫ് മാജിക് ഒക്കെ ചാൻറ്റ് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് പറയാം. പക്ഷെ എന്നാലും പണം എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഊർജ്ജമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഏറ്റവും നല്ല ഫാസ്റ്റായിട്ട് വേഗത്തിൽ നടക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഉറങ്ങി എഴുന്നേറ്റുടനെയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ 2 സമയത്തും നിങ്ങൾ ഈ കോൺവലെക്സ ചാൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ പകൽ സമയത്തും സമയം നോക്കാതെ എണ്ണം നോക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഏറ്റവും നല്ല സമയം ഏത് കാര്യം ചെയ്യാനും അതായത് എഴുന്നേറ്റുടനെയും
ഉറങ്ങുന്നതിന് മുൻപുമാണ് നല്ലത്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ചാൻറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ കോൺവലെക്സ് നമ്മൾ ചാൻറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം പറയുന്നത് 51 തവണയാണ് കേട്ടോ. അങ്ങനെ 51 തവണ നമ്മൾ എഴുതുമ്പോൾ 51 തവണ എഴുതുക. അല്ലാതെ നമ്മൾ ഒരു മെഡിറ്റേഷൻ ഇരിക്കും പോലെ ഇരുന്നിട്ട് ചാൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 51 തവണ എണ്ണം നോക്കുക. അതുപോലെ തന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേറ്റ ഉടനെയാണ് നമ്മൾ ആ ഒരു അവസ്ഥയിൽ കണ്ണടച്ചിരുന്ന് ചാൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 51 തവണ പറയുക. അതുപോലെ ബെഡ് ടൈമിൽ 51. അല്ലാത്ത സമയമില്ലേ, നമ്മൾ വെറുതെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ നിങ്ങൾ എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങൾ ചാൻറ്റ് ചെയ്യുമ്പോൾ ആ ഉച്ചാരണം ശ്രദ്ധിക്കുക. ആ ഒരു ശബ്ദം, നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന ആ ഒരു ശബ്ദം ശ്രദ്ധിക്കുക. ഒപ്പം പണത്തിൻ്റെ ഇമേജസ് നിങ്ങളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ബാഗ് നിറയെ, പേഴ്സ് നിറയെ പൈസ ഇരിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിറയെ പൈസ കാണുന്നത്, അതിൽ അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ അതിൽ കാണില്ലേ, ആ ഒരു അതൊന്ന് നോക്കുക. മനസ്സിൽ വിഷ്വലൈസേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് നല്ല നല്ല സാധനങ്ങൾ വാങ്ങാനാണ് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയാണോ പണം നിങ്ങളിലേക്ക് വരണമെന്ന് ആ പണത്തിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് കാണാൻ ശ്രമിക്കുക കഴിയുന്നത്, ഇത് ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഒരു നെഗറ്റീവ് തോട്ടും ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരരുത്. സംശയം വരരുത്. പൈസ തരുമോ, കിട്ടുമോ, വന്ന് ചേരുമോ എന്നൊന്നും തോന്നരുത് കേട്ടോ. സോറി. വിഷ്വലൈസേഷൻ വളരെ പവർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇനി രാവിലെ ആണെങ്കിൽ നിങ്ങൾ ഒരിടത്ത് വളരെ സമാധാനമായിട്ടിരിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് 51 തവണ കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്യുക. അതിനുശേഷം വിട്ടേക്കുക. നിങ്ങൾ എഴുതാനാണ് ഇരിക്കുന്നതെങ്കിൽ എഴുതുന്നതിന് തൊട്ട് മുൻപ് വിഷ്വലൈസേഷൻ കൊടുക്കുക, പണം നിറയെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട്. എന്നിട്ട് 51 തവണ നിങ്ങളത് വളരെ വിശ്വാസത്തോടു കൂടി എഴുതുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. ഏത് സമയത്ത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പണം എന്നതൊരു ഊർജ്ജമാണെന്ന് നമുക്കറിയാം. ആ ഊർജ്ജമായിട്ട് നമ്മൾ ഈക്വലാകുക. ആ ഊർജ്ജത്തിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ ഊർജ്ജം ഈക്വലാകുമ്പോൾ പണം നമ്മളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ പണത്തെക്കുറിച്ച് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കണം. പണമില്ല എന്നൊരു വാക്ക് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഇല്ലെങ്കിൽ പോലും ഇല്ല എന്ന് പറയേണ്ടി വന്നാൽ പറയണേ, അങ്ങനെയല്ല. എപ്പോഴും ഈ നെഗറ്റീവ് വേർഡ് പണത്തെ ചൊല്ലി പറയരുത്. ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളത്. അപ്പോൾ അവരുടെ ലൈഫിൽ അത് തന്നെ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് മറ്റൊരാളോട് പറയുമ്പോഴും സ്വയം ചിന്തിക്കുമ്പോഴും എനിക്കതില്ല എന്നൊരു ശബ്ദമോ ആ ഒരു ചിന്തയോ ആ ഒരു വികാരവും നിങ്ങളുടെ മനസ്സിൽ വരികയേ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ സോറി, നിങ്ങളുടെ പേഴ്സ് എപ്പോഴും നിങ്ങൾ ശുദ്ധവൃത്തിയോടുകൂടി സൂക്ഷിക്കുക. ആ ഒരു ഊർജ്ജം ഇരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു എനർജി ഉണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ളൊരു ഒരു വസ്തുവാണ്. അപ്പോൾ അതിരിക്കുന്നിടം അത്രയും റെസ്പെക്റ്റോടുകൂടി, അത്രത്തോളം മഹത്വത്തോടുകൂടി അതിരിക്കാൻ അതിനെ വെക്കുക. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ പേഴ്സ് നല്ല ശുദ്ധമാക്കി തുടച്ച് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ശുദ്ധമാക്കി വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളുമ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകും. നല്ല മണക്കുന്ന സാധനങ്ങൾ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. പച്ചക്കർപ്പൂരം പോലുള്ളത് ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പണവും എടുത്ത് നിരത്തിങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് റെസ്പെക്റ്റ്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. അതുപോലെ നമ്മൾ കണ്ണിൽ തൊട്ട് വയ്ക്കുമല്ലോ, നമ്മളതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് കണ്ണിൽ വയ്ക്കുക. അതുപോലെ അതിൻ്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കുക. അതിന് നല്ലോണം ഗന്ധം മണപ്പിച്ചറിയുക. ഇത്തരത്തിൽ പണവുമായിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കൂടുതൽ അതിനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ പണം തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരും. ആ ഒരു ഊർജ്ജമായിട്ട് നമ്മൾ ഈക്വലായി വരും. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് പണം വരാനുള്ള മാർഗങ്ങൾ തുറക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പണം നമ്മളിലേക്ക് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എപ്പോഴായിരുന്നാലും നിങ്ങളിലേക്ക് സമ്പന്നതയും സമൃദ്ധിയും വന്നു ചേരുക തന്നെ ചെയ്യും. അത് ആവർത്തിച്ച് നമ്മൾ തന്നെ പറയുക. ഒപ്പം ഈ സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ
ജീവിതത്തിലേക്ക് സമ്പന്നത വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ ഒരുപാട് പേരുടെ ഈ ഈ ഇപ്പം നമുക്ക് പണം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള പ്രാക്ടീസുകളൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാടുണ്ടല്ലോ. അവരോട് സംസാരിച്ചപ്പോഴും അവരുടെയൊക്കെ ആ ഒരു ജീവിതം അനുഭവം പറയുമ്പോഴും അവർ പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പണം പണം അവരിലേക്ക് വരുന്നു എന്നത് ആവർത്തിച്ച് അവർ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. പണം എന്നിലേക്ക് വരുന്നു, പണം എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി എന്ന് ആവർത്തിച്ചെഴുതുകയും പണം എന്നുള്ള ശബ്ദം ഒരു സ്വിച്ച് വേർഡ് പോലെ അവർ ആവർത്തിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരിലേക്ക് ഇത്രയും നല്ലൊരു അനുഭവം അല്ലെങ്കിൽ ഒരു സമ്പന്നത വന്നു ചേർന്നതെന്ന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തവരുടെ അനുഭവമാണ് കേട്ടോ. ഞാൻ പല ക്ലാസ്സുകളിൽ പോയിട്ടുള്ള ഓരോരുത്തരുടെ അനുഭവം പറയുമല്ലോ. അപ്പോൾ അവരുപയോഗിച്ച ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് ആവർത്തിച്ചെഴുതുക, വിഷ്വലൈസേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ളത്. അതും നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു ബുക്കിൽ നിങ്ങൾ ഈ പണത്തിന് വേണ്ടിയുള്ള അഫർമേഷൻ ആവർത്തിച്ച് എഴുതാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നമ്മളിലേക്കുള്ള സമൃദ്ധിയെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് എന്നെ വിളിച്ച് പറയുക. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ തരത്തിലുള്ള സമ്പദ് സമൃദ്ധിയും സകല ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാക്ടീസുകൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.